അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിയൻ നേതൃത്വത്തിനുള്ളിലെ ഐക്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നടത്തിയ പരാമർശങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇറാന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഭിന്നതയുണ്ടെന്ന ട്രംപിന്റെ കണക്കുകൂട്ടലുകളെ പാടെ തള്ളിക്കളയുന്ന പ്രതികരണങ്ങളാണ് ടെഹ്റാനിൽ നിന്ന് പുറത്തുവരുന്നത്. ഇറാൻ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരും സൈനിക മേധാവികളും ഒരേ സ്വരത്തിൽ പരമോന്നത നേതാവിനോടുള്ള തങ്ങളുടെ കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ട്രംപിന്റെ തന്ത്രങ്ങൾ വിപരീത ഫലമാണ് ഉണ്ടാക്കിയതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്കിടയിലാണ് ടെഹ്റാനിലെ ആകാശത്ത് കഴിഞ്ഞ ദിവസം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമായത്. ട്രംപിന്റെ പ്രസ്താവനകൾ ഇറാനിയൻ ജനതയ്ക്കിടയിലും ഭരണകൂടത്തിനുള്ളിലും വിള്ളലുണ്ടാക്കാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും ഫലത്തിൽ അത് അവരെ കൂടുതൽ ഒന്നിപ്പിക്കുകയാണ് ചെയ്തത്. വിദേശ ഭീഷണികൾ നേരിടുമ്പോൾ ആഭ്യന്തര തർക്കങ്ങൾ മറന്ന് ഒന്നിച്ചു നിൽക്കുക എന്ന ഇറാന്റെ പാരമ്പര്യം ഇവിടെയും ആവർത്തിക്കപ്പെട്ടു. സായുധ സേനയും സിവിൽ ഗവൺമെന്റും തമ്മിൽ ഐക്യമില്ലെന്ന വാദങ്ങളെ അവർ തങ്ങളുടെ ഔദ്യോഗിക പ്രതികരണങ്ങളിലൂടെ തകർത്തു. ഈ രാഷ്ട്രീയ ഐക്യം സൈനിക മേഖലയിലും പ്രകടമാണ് എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. സൈനിക വിശകലന വിദഗ്ധനായ റിഫാത്ത് ജാവേദ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി അമേരിക്ക നേരിടുന്ന വെല്ലുവിളികൾ ഇറാനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അമേരിക്കൻ സൈന്യത്തിനുള്ളിൽ ചില ആഭ്യന്തര അസംതൃപ്തികളും വിപ്ലവകരമായ മാറ്റങ്ങളും ദൃശ്യമാകുമ്പോൾ ഇറാൻ തങ്ങളുടെ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് അസമമിത യുദ്ധമുറ എങ്ങനെ കാര്യക്ഷമമായി നടത്താമെന്നതിൽ വൈദഗ്ധ്യം തെളിയിക്കുകയാണ്. ചൈനീസ് പങ്കാളിത്തമാണ് ഈ സാഹചര്യത്തിലെ ഏറ്റവും നിർണായകമായ ഘടകം. അമേരിക്കയുടെ ഉപരോധങ്ങളെയും ഭീഷണികളെയും മറികടക്കാൻ ഇറാൻ ചൈനയുമായി കൂടുതൽ അടുക്കുന്നത് വാഷിംഗ്ടണിനെ അലോരസപ്പെടുത്തുന്നുണ്ട്. ടെഹ്റാനിൽ പരീക്ഷിക്കപ്പെട്ട പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചൈനീസ് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമാണെന്ന റിപ്പോർട്ടുകൾ ഏഷ്യൻ മേഖലയിൽ രൂപപ്പെടുന്ന പുതിയ അച്ചുതണ്ടിന്റെ തെളിവാണ്. ഇറാന്റെ വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് മേഖലയിലെ സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാക്കും. ഇസ്രയേലിന്റെയോ അമേരിക്കയുടെയോ സാധ്യമായ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇറാൻ സജ്ജമാണെന്ന സന്ദേശമാണ് ടെഹ്റാനിൽ നിന്നുള്ള സൈനിക നീക്കങ്ങൾ നൽകുന്നത്. ചൈനയിൽ നിന്നുള്ള റഡാർ സംവിധാനങ്ങളും മിസൈൽ വേദയായുധങ്ങളും ഇറാന്റെ ആകാശത്തെ കൂടുതൽ സുരക്ഷിതമാക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓരോ വാക്കും പശ്ചിമേഷ്യയിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ട്രംപിന്റെ മുൻകാല നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇറാൻ ഇപ്പോൾ കൂടുതൽ കരുതലോടെയും തന്ത്രപരമായും നീങ്ങുന്നു. ഉപരോധങ്ങൾ മൂലം തകർന്ന സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ അവർ കിഴക്കൻ രാജ്യങ്ങളിലേക്ക് നോട്ടമെറിയുന്നു. റിഫാത്ത് ജാവേദിന്റെ നിരീക്ഷണത്തിൽ പ്രസക്തമായ മറ്റൊരു കാര്യം അമേരിക്കൻ സൈന്യത്തിലെ ഉൾപോരുകളാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട അമേരിക്കൻ സൈനികർക്കിടയിൽ മടുപ്പും രാഷ്ട്രീയ വിയോജിപ്പുകളും പ്രകടമാകുന്നുണ്ട്. ഇതിന് വിപരീതമായി ഇറാൻ തങ്ങളുടെ സൈനികരെ സന്നദ്ധരാക്കി നിർത്തുന്നതിൽ വിജയിക്കുന്നു. ചൈനയുടെ ഇടപെടൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. ആയുധങ്ങൾ മാത്രമല്ല, സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യുന്നതിലൂടെ ഇറാന്റെ തദ്ദേശീയമായ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ചൈന സഹായിക്കുന്നുണ്ട്. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിലുള്ള സ്വാധീനം കുറയ്ക്കാൻ ഇടയാക്കും. ട്രംപിന്റെ വെല്ലുവിളികൾക്ക് മറുപടിയായി ഇറാൻ തങ്ങളുടെ സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്നത് ഒരു വ്യക്തമായ മുന്നറിയിപ്പാണ്. തങ്ങളുടെ മണ്ണിൽ ഒരു ആക്രമണം ഉണ്ടായാൽ അതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് അവർ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആഭ്യന്തരമായി ഭരണകൂടവും സൈന്യവും തമ്മിലുള്ള ഐക്യം ഈ പ്രതിരോധത്തിന് അടിത്തറവാകുന്നു. ചുരുക്കത്തിൽ ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങളും ഇറാന്റെ സൈനിക പ്രതികരണങ്ങളും ചൈനയുടെ നിശബ്ദമായ പിന്തുണയും ചേർന്ന് പശ്ചിമേഷ്യയെ ഒരു പുതിയ പോർമുഖമാക്കി മാറ്റിയിരിക്കുകയാണ്. അസമമിത യുദ്ധമുറയിൽ ഇറാൻ നേരിടുന്ന വൈദഗ്ധ്യം വൻ ശക്തികൾക്ക് പോലും ഭീഷണിയാകുന്നു. ടെഹ്റാനിലെ ആകാശത്ത് ഉയർന്ന പ്രതിരോധ വെളിച്ചങ്ങൾ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ്. ലോകം മറ്റൊരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണോ എന്ന ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ പ്രതികരണങ്ങളും ഇറാന്റെ അടുത്ത നീക്കങ്ങളും ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത നൽകും. ഈ സാഹചര്യം വിശകലനം ചെയ്യുമ്പോൾ ഭരണപരമായ ഐക്യം ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് ബോധ്യപ്പെടുന്നുണ്ട്. ട്രംപ് ലക്ഷ്യമിട്ട രാഷ്ട്രീയ വിള്ളൽ ഇറാന്റെ കാര്യത്തിൽ സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, അത് ഭരണകൂടത്തിന് ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത നേടിക്കൊടുക്കുകയും ചെയ്തു. ചൈനയുടെ സാങ്കേതിക സഹായത്തോടെയുള്ള വ്യോമ പ്രതിരോധ പരീക്ഷണം ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആഗോള രാഷ്ട്രീയത്തിലെ ഈ പുതിയ ധ്രുവീകരണം ഭാവിയിലെ യുദ്ധങ്ങളുടെയും നയതന്ത്രങ്ങളുടെയും സ്വഭാവം മാറ്റിയെഴുതാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഗൂഢതന്ത്രങ്ങളും രഹസ്യധാരണകളും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ.
അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വിഷയത്തെ വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. കാരണം ഇത് വെറും ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമല്ല, മറിച്ച് ആഗോള ശക്തികളുടെ പോരാട്ടമാണ്.